യോ ഗൂഗാസ് വെൽക്കം ടു പഴംപൊരി ടി വി പ്രസന്റ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോ എനർജിയാണ്, ബിക്കോസ് ലോ സ്റ്റോറീസ് ആണ്. കുറച്ച് സ്റ്റോറീസ് ഉള്ളൂ. നിങ്ങൾ എല്ലാവരും സ്റ്റോറി പറ, അടുത്ത പാർട്ട് ഇറക്ക്, പെട്ടെന്ന് ഇറക്ക് എന്നൊക്കെ കമന്റ് ഇട്ടു. ബട്ട് സ്റ്റോറീസ് മാത്രമില്ല. സ്റ്റോറീസ് ഇല്ലാണ്ട് ഞാൻ എങ്ങനെ പാർട്ട് ഇറക്കും പറയൂ? ആൻഡ് അടുത്ത സ്റ്റോറി ടൈമിൽ ഞാൻ സ്റ്റോറീസ് വായിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ എനിക്കൊരു കൊട്ടക്കണക്കിന് സ്റ്റോറി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾ ഇഷ്ടമുള്ള സ്റ്റോറീസ് ഇട്ടോ, ഹൊററോ ത്രില്ലിങ്ങോ ലൈഫിൽ നടന്നോ നടക്കാത്തതോ സീക്രട്ടോ എന്തും ആയിക്കോട്ടെ, ഇമാജിനേഷൻ ആണെങ്കിലും പോലും കുഴപ്പമില്ല, പക്ഷെ വിശ്വസിക്കാൻ തന്നെ വേണം. സോ നമുക്ക് ഇന്ന് ഓടിച്ചാടി തുള്ളി നമ്മുടെ സ്റ്റോറി സെക്ഷനിലേക്ക് കിടക്കാം. വാ. ഈ ഫസ്റ്റ് സ്റ്റോറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലെ ഒരാളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. നമ്മുടെ ടോംസിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു ടോംസ്. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ബർത്ത്ഡേ ആൻഡ് ലവ് യു സോ മച്ച്. സ്റ്റോറി വായിക്കാം. ഇത് ഇംഗ്ലീഷിൽ എഴുതിയേക്കണേ, ഞാൻ മലയാളത്തിൽ വായിക്കാം. ബ്രോ, ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്മോൾ ഫോറസ്റ്റ് ആയിരുന്നു. ഞാൻ അവിടെ നോക്കിയപ്പോ ബ്ലാക്ക് ഫേസ് ബിഗ് ഐസ്. ഇത്രയുള്ള എന്റെ സ്റ്റോറി. ചെറിയ സ്റ്റോറിയാ, പക്ഷെ ചെക്കന്റെ ബർത്ത്ഡേ, എല്ലാവരും വിഷ് ചെയ്താക്ക്. നെക്സ്റ്റ് സ്റ്റോറി. ഞാൻ ഒരു ദിവസം 2025 സ്കൂൾ തുറന്നപ്പോൾ എന്നെ എന്റെ കൂട്ടുകാരി തള്ളിയിട്ടു. അതിനുശേഷം പിന്നെ ഞങ്ങൾ മിണ്ടിയിട്ടില്ല. പിന്നെ 2026 ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മിണ്ടി. പിന്നെ എക്സാം ടൈമിൽ ഞാൻ അവളെ തള്ളിയിട്ട് റിവെഞ്ച് എടുത്തു. പിന്നെ എന്തിനാ നിങ്ങൾ മിണ്ടിയേ? നെക്സ്റ്റ് സ്റ്റോറി. സച്ചു. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ സീറ്റിന്റെ അപ്പുറത്ത് ഒരു വിൻഡോ ആയിരുന്നു. ആ വിൻഡോയുടെ അപ്പുറത്ത് ഒരു അബാൻഡൻഡ് ബിൽഡിങ്ങും ആയിരുന്നു. ഞാൻ ആ ബിൽഡിങ്ങിൽ നോക്കിയപ്പോൾ അവിടുത്തെ കസാര മൂവ് ആവുന്നു, ചെയർ മൂവ് ആവുന്നു. 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഒരാൾ മരിച്ചതായിരുന്നു എന്ന്. ക്രീപ്പി. നെക്സ്റ്റ് സ്റ്റോറി. ഇത് ഇംഗ്ലീഷിലാണ് എഴുതിയേക്കണേ, ഞാൻ വായിക്കാം. ഐ വാസ് ഗോയിങ് ടു സ്ലീപ് ആൻഡ് ഐ പുട്ട് മൈ ഹാൻഡ്സ് അറ്റ് ദി back of side of my bed and I finally closed my eyes little bit. After some time, I feel that something is grabbing my hand and pulling me out. I can't believe what is happening. I can't move. Dinosaur, I am your big fan. I can't move dinosaur, I am big fan. അവൻ ഡൈനസോർ ആണ്, എന്റെ ഫാനാണ്. കീപ് ഇറ്റ് അപ്പ്. നെക്സ്റ്റ് സ്റ്റോറി. ഞാൻ സ്കൂളിൽ 4ാം ക്ലാസ്സിലായപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ എന്തുണ്ടായിരുന്നു? അത് ഇടയ്ക്ക് മൂവ് ചെയ്യും. എന്താ എന്ന് മനസ്സിലാവാത്ത വിധമായിരുന്നു. അത് പറക്കും, ഓടും, ചാടും. അത് ടീച്ചറിനോട് പറഞ്ഞപ്പോ സത്യം മനസ്സിലായി. ഒരു ചെറുക്കൻ പ്രാങ്ക് ചെയ്തതാ. പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും അവനെ ക്ലാസ് റൂമിൽ പൂട്ടിയിട്ട് അടച്ചു. പിന്നെ അവൻ ആരെയും പേടിപ്പിച്ചിട്ടില്ല. സോ സാഡ്. എന്റെ പേര് മുഹമ്മദ് എന്ന് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ പറയാമോ? ഹായ് മുഹമ്മദ്. ഇനി സ്റ്റോറീസ് ഇടണം. നെക്സ്റ്റ് സ്റ്റോറി. ഞാൻ സിയാൻ. ഞാനും എന്റെ സിബ്ലിങ്സും എസ്സോർണോ കളിക്കുമായിരുന്നു. അപ്പോൾ അലമാരയുടെ മണ്ടയിൽ ഇരുന്ന ബാഗ് തറയിൽ വീണു. ഞാനത് കണ്ട് കണ്ടം വാരി ഓടി. കീപ് ഇറ്റ് അപ്പ്. കൂടെ ഉള്ളവരാരെയും കൊണ്ടുപോയില്ലല്ലോ. നെക്സ്റ്റ് സ്റ്റോറി. ഇത് എന്റെ സ്റ്റോറി ഒന്നും അല്ല, എന്റെ കസിന്റെ ഒരു അനുഭവമാണ്. ഞങ്ങൾ ഒരു ദിവസം പള്ളിയിൽ പോയപ്പോ എന്റെ കസിൻ അവിടെ ഉണ്ടായിരുന്ന കല്ലറയിൽ നിന്ന് പൂവോ മാലയോ എന്തോ എടുത്തു. പുള്ളിക്കാരി ക്രിസ്ത്യൻ അല്ലായിരുന്നു, അതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പിറ്റേ ദിവസം അവൾ എന്തോ സൗണ്ട് കേട്ട് പേടിച്ചു. അവൾ എന്നോട് ഇത് വന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നീ ആ പൂവോ മാലയോ എടുത്തതിന്റെ പ്രശ്നമായെന്ന്. പിറ്റേ ദിവസം അവൾ അത് എടുത്ത് തന്നെ വെച്ചു. എന്തോ പറഞ്ഞതിന് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും പൂ തിരിച്ചു വെച്ചു. അത്രേ ഉള്ളൂ, കേട്ടല്ല. സോ ലാസ്റ്റ് സ്റ്റോറി. ഈ കൂട്ടത്തിൽ വന്നേക്കണ വലിയ സ്റ്റോറിയാണ്. ആൻഡ് ഇത് റാൻഡം വെബ് ആണ് ഇട്ടങ്ങനെ ലൈവിലൊക്കെ പൊളിക്കണം വെച്ചാ. ഈ സംഭവം നടക്കുന്ന 5 വയസ്സുള്ള ഞാനും പിന്നെ എന്റെ അനിയനും കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ താമസിക്കാൻ വന്നപ്പോഴാണ്. ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എണീക്കുന്ന ഒരാളാണ്. വീട്ടിലെല്ലാവരും 7-7:30 ആവും എണീക്കുമ്പോൾ. ആൻഡ് എന്റെ ബ്രദർ എണീക്കുമ്പോൾ 8 മണിയും ആകും. ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എണീക്കുന്ന ഒരാളാണ്. ഞാൻ ആ ടൈമിൽ അനിയനെ നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല. ഞാൻ വിചാരിച്ചു അവൻ ടോയ്ലറ്റിലായിരിക്കുമെന്ന്. എന്നിട്ട് ഞാൻ ബ്രഷ് ചെയ്യാൻ പോയി. ഞാൻ എല്ലാ ദിവസവും ഞാൻ പല്ല് തേക്കുന്ന കൂട്ടത്തിൽ തന്നെ അവന്റെ ബ്രഷിൽ ഞാൻ പേസ്റ്റ് തേച്ച് വെക്കുമായിരുന്നു. ക്യൂട്ട്. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ ചെന്ന് അവനെ വിളിച്ചപ്പോൾ അവനെ ഞാൻ കണ്ടില്ല. ആൻഡ് അവൻ വിളിയും കേട്ടില്ല. പിന്നെ ഞാൻ പയ്യെ ഡോറ് തുറന്നു നോക്കിയപ്പോൾ അവനെ അവിടെ കണ്ടില്ല. പിന്നെ ഞാൻ വീട് മൊത്തം അരിച്ച് പറക്കി, അവനെ എവിടെയും കണ്ടില്ല. എന്നിട്ട് ഞാൻ അമ്മാമ്മയുടെ അടുത്ത് ചെന്നു. അമ്മാമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അവനെ കാണുന്നില്ല. ബട്ട് അമ്മാമ്മ വിചാരിച്ചു ഞങ്ങൾ അവരെ കളിപ്പിക്കുന്നതായിരിക്കുന്നു. സ്വാഭാവികം. എന്നിട്ട് ഞാൻ കുറെ നേരം ഇതിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അമ്മാമ്മ അത് വിശ്വസിച്ചു. എന്നിട്ട് അമ്മാമ്മ കുറെ തപ്പി. അതിനുശേഷം ആ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചെണീപ്പിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി അവൻ വീട്ടിലില്ല, അവൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിന്ന്. എന്നിട്ട് അങ്കിൾ ബൈക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അവന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ബുഷുകൾ, അതായത് കുറ്റിക്കാട്, കാട് എന്നുള്ള സംഭവത്തിന്റെ അടുത്തുനിന്ന് കണ്ടുപിടിച്ചു.
അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വലിയ അങ്കിൾ ഒരു അടിയും കൊടുത്തു. അവൻ നല്ല രീതിയിൽ കരഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, നീ എങ്ങോട്ട് പോയതാ എന്ന്. അപ്പോൾ അവൻ പറയാ, ഇവിടെ ഭയങ്കര ബോറാ, അതുകൊണ്ട് ഞാൻ അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക് പോയതാന്ന്. പക്ഷെ ഒരു കാര്യം അറിയോ, ഞങ്ങളുടെ വീട് 24 കിലോമീറ്റർ അപ്പുറയായിരുന്നു. ആ സ്ഥലത്തേക്കാണ് അവിടെ നടന്നു പോകാൻ നോക്കിയത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോ അങ്കിൾ അവന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഇതാണ് എന്റെ ലൈഫിൽ നടന്നൊരു ഫണ്ണി ഇൻസിഡന്റ്. 24 കിലോമീറ്റർ അപ്പുറം നടന്ന് അവന്റെ പേരൻസിനെ കാണുന്നത്. സോ ഗൈസ്, ഇന്നത്തെ സ്റ്റോറി ഇത്രേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. ആൻഡ് ഞാൻ ഫുൾ എനർജി എടുത്തല്ല, കുറെ മിസ്റ്റേക്സ് ഉണ്ടെന്ന് എനിക്കറിയാം ഈ വീഡിയോയില്. കാരണം ഇന്ന് March 15 നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ എന്നോട് വീഡിയോ ഇടുമെന്ന് ചോദിച്ച് ഞാൻ അത് ഒന്നും വലിയ പ്ലാൻ ഒന്നും ചെയ്യാണ്ട് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. ഞാൻ വാക്ക് കൊടുത്തു പോയി ചെയ്യാന്ന്, ആൻഡ് ഞാൻ ചെയ്തു. ആൻഡ് നിങ്ങൾ ഇനി സ്റ്റോറീസ് ഇടാം, നിങ്ങൾ ഇനി സ്റ്റോറീസ് ഇട്ടാൽ മാത്രമേ എനിക്ക് അടുത്ത സ്റ്റോറി വീഡിയോ ആയിട്ട് വരാൻ പറ്റുള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുൾ വരെ കണ്ടതിന് താങ്ക് യു, ലവ് യു ഓൾ, ബൈ.